പാരാസൈക്കോളജി സിസോഫ്രീനിയയിൽ 3 വിഭാഗങ്ങളുണ്ട്. രാജസികത, താമസികത, സാത്വികത. രാജസിക സ്വഭാവമുള്ളവർ എപ്പോഴും അക്രമാസക്തരായിരിക്കുള്ളൂ. താമസിക സ്വഭാവമുള്ളവർ അത്ര അക്രമാസക്തരാകില്ല, അവിടെ വളരെ സൈലൻ്റായിരിക്കും. സാത്വികവും അങ്ങനെ തന്നെയാണ്, വളരെ സൈലൻ്റായിട്ടേ അവർ പോവുള്ളൂ. ഈ രാജസിക സ്വഭാവമുള്ളവർക്ക് എപ്പോഴും അക്രമാസക്തരാകുകയും മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും ചെയ്യുന്നു. താമസിക സ്വഭാവമുള്ളവർക്ക് ഇപ്പോൾ ഒരു കാര്യത്തിന് പോകാനുള്ള മടി, താമസികന്മാർക്ക് വളരെ മടിയായിരിക്കും. ഒരു കാര്യത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ളൊരു മടി. പിന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ അപ്പോൾ സ്കൂളിൽ പോയിട്ട് തിരിച്ച് വന്ന് വീട്ടിലിരിക്കും. അയ്യോ എനിക്ക് പോകാൻ പറ്റണില്ല, സ്കൂളിൽ പോകാൻ പറ്റണില്ല, ആകെ തലകറക്കം അല്ലെങ്കിൽ പനി എന്നൊക്കെ പറഞ്ഞ് വീട്ടിലിരിക്കും. പക്ഷെ അവർക്ക് അതൊന്നും ഉണ്ടാവില്ല. അവരുടെ മനസ്സിൻ്റെ ആ തോന്നലാണ് അപ്പോൾ വന്ന ഇത് ഈ സ്വഭാവത്തിന്. എന്നിട്ട് അവർ ടോയ്ലറ്റിൽ പോയിരിക്കും. ടോയ്ലറ്റിൽ പോയി കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ പോവാണ്ടാകുമ്പോൾ പിന്നെ വീട്ടിൽ ചെന്ന് കുറേ നേരം കഴിഞ്ഞാൽ സ്കൂൾ ടൈം അങ്ങോട്ട് കഴിയുമ്പോഴേക്ക് ഇവരുടെ ഈ അസുഖങ്ങളും അങ്ങോട്ട് മാറുന്നു. അങ്ങനെയാണ് ഈ സ്വഭാവമുള്ളവരെ നിശ്ചയിക്കണേ. പിന്നെ സാത്വിക സ്വഭാവമുള്ളവർക്ക് വളരെ സൈലൻ്റായിരിക്കും. അവരധികം മിണ്ടൂല്ല, പുറത്തു പോവില്ല, ആൾക്കാരോടധികം വർത്തമാനം പറയലുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ സൈലൻ്റായിട്ട് തന്നെ വീട്ടിൽ കഴിഞ്ഞു കൂടുന്നു. അവർ പുറത്തേക്ക് ഇറങ്ങില്ല. ഒരു കാര്യത്തിനും പുറത്തേക്ക് ഇറങ്ങില്ല. നമ്മളെ എത്ര നിർബന്ധിച്ച് പറഞ്ഞാലും ഇവർ പുറത്തേക്ക് ഇറങ്ങിയോ ഒരു കാര്യം ചെയ്തു വരികയോ ഒന്നും ഇവർ ചെയ്യില്ല. അത് എത്ര ഏജുള്ള ആൾക്കാരാണെങ്കിലും ഈ അസുഖങ്ങൾ പിടിപെടാം. അവർ ആണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടതും. അവർ വീട്ടിൽ മിണ്ടാണ്ടിരിക്കും. ഇതുവഴിയും അവർ അപകടകാരി ഒരിക്കലും ആവില്ല. പിന്നെയുള്ളത് രാജസിക സ്വഭാവമുള്ളവരാണ് അക്രമാസക്തരാവലെന്ന് വെച്ചാൽ അവർ അവിടെയൊക്കെ അടിച്ച് പൊട്ടിച്ച് കളയും, ചില്ലൊക്കെ അടിച്ച് പൊട്ടിച്ച് കളയും, വീട്ടിലെ സാധനങ്ങളൊക്കെ നശിപ്പിച്ച് കളയും. അങ്ങനത്തെ സ്വഭാവമായിരിക്കും. അവർക്ക് രക്ഷകർത്താക്കന്മാരെന്നുള്ള നോട്ടമില്ല, സ്വന്തം അയൽവക്കത്തുകാരെന്നുള്ള നോട്ടമില്ല, ഒരാളും സ്വന്തക്കാരെയൊന്നും നോട്ടമില്ല. അവരുടെ മൈൻഡ് അങ്ങനത്തെ രീതിയിലായി പോവുകയാണ് രാജസികന്മാർക്ക്. അവരുടെ ബ്രെയിൻ അതേ രീതിയിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ അതേ രീതിയിലായി പോവുകയാണ്. അവരാണ് ഞാൻ ദൈവമാണ്, ഞാൻ യക്ഷിയാണ്, ഞാൻ ഗന്ധർവനാണ് എന്ന് പറഞ്ഞ് തുള്ളലും ചാട്ടവും ഇതൊക്കെ ആയിട്ട് ഇരിക്കണേ. ഈ തുള്ളുകയും ചാടുകയും ചെയ്യണതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടാ പിങ്കള നാടിയുടെ വൈബ്രേഷനാണ് തുള്ളുകയും ചാടുകയും ചെയ്യണത്. കൊട്ടണ സമയത്ത് തുള്ളേണ്ട ആൾക്കാർ എന്തുകൊണ്ട് തുള്ളണം? ഈ ശക്തരായ ആൾക്കാർ, അതായത് രാജസിക സ്വഭാവമുള്ള ആൾക്കാരാണ് ആ സമയത്ത് തുള്ളൽ നടക്കുന്നത്. അപ്പോൾ അവരുടെ മനസ്സിലങ്ങനെ വന്നു കൂടുകയാണ്. എന്നാണ് ഞാൻ ദൈവമാണ് എന്നൊക്കെ വന്നു കൂടുകയാണ്. പക്ഷേ ഇവരെ എന്ന് പറഞ്ഞാൽ ഇവരെത്ര പിടിച്ചാലും നിൽക്കില്ല. വളരെ അക്രമശക്തനും വയലൻ്റാവുന്ന ചിലവർ കൈ മുറിക്കുന്ന ആൾക്കാരുണ്ട്, ചിലവർ പല രീതിയിലുള്ള ഹാങ് ചെയ്യാൻ പോണ ആൾക്കാരുണ്ട്. അവരെയൊക്കെ അതിൽ നിന്ന് വീട്ടുകാരെ തന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്യണത്. ഇവരെ ചികിത്സിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവർക്ക് ആദ്യം 2-3 തവണ കൗൺസിലിംഗ് കൊടുക്കുക. കൗൺസിലിംഗ് കൊടുത്താലും ഇവർ ആ കൗൺസിലിങ്ങിന് വരാനോ കൂട്ടാക്കണില്ല, അത് സംസാരിക്കാനോ കൂട്ടാക്കില്ല. അവർക്കങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ആദ്യം ഒരു ചോദ്യം ചോദിച്ചു, പിന്നെ ഒരു രണ്ടാമത് ചോദ്യം ചോദിച്ചു, മൂന്നാമത്തെ ചോദ്യത്തിന് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഇവർ തരുള്ളൂ. അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട് ഇവർക്ക്. ഇവരെ കൊണ്ടുവരുമ്പോൾ അവരുടെ രക്ഷകർത്താക്കന്മാരും വരിക, രക്ഷകർത്താക്കന്മാരെയും കൗൺസിൽ ചെയ്യണം, ഇവരെയും കൗൺസിൽ ചെയ്യണം. പിന്നെ ഇവർക്ക് അധികം കൊടുക്കണ ഇംഗ്ലീഷ് ടാബ്ലറ്റുകളാണ്. അക്രമാസക്തരാകുമ്പോൾ ഇവരെ ടാബ്ലറ്റ് കൊടുക്കാണ്ട് നിവൃത്തിയില്ല. ടാബ്ലറ്റ് കൊടുത്ത് അതിനെ സൗമ്യമാക്കി കൊണ്ടുവന്നതിന് ശേഷം വേണം നമുക്ക് കൗൺസിലിംഗ് തുടരാനായിട്ട്. ഈ അക്രമാസക്തരായവർ ഇഷ്ടം പോലെ പേര് ഇപ്പം ഈ ഇതിൽ ജീവിച്ചിരിക്കണവർ ടീനേജ് എന്നില്ല, ചെറിയ കുട്ടികളെന്നില്ല, വലിയ ആൾക്കാരും വരും ഇങ്ങനത്തെ അക്രമാസക്തരാവുന്നുണ്ട്. അവരുടെ സ്വഭാവം അങ്ങനെ ആയിത്തീരുകയാണ്. അതിനാണ് ശരിക്കും സിസോഫ്രീനിയ എന്ന് പറയുന്നത്. ഈ അസുഖത്തിൻ്റെ ലക്ഷണങ്ങളാണത്. അത് പാരാസൈക്കോളജി ഇപ്രകാരമുള്ള അസുഖമാണ്. ഇനി ടാബ്ലറ്റ് കൊടുക്കണം, പിന്നെ കൗൺസിലിങ്ങും വേണം. അതോടുകൂടി മാത്രമേ ഇത് മാറിക്കിട്ടാൻ ഇതുള്ളൂ.